നിങ്ങൾ ഭക്ഷണം വാരി വിഴുങ്ങി സ്പീഡിൽ കഴിക്കുന്ന ഒരാളാണ്. പൊതുവെ ചെറുപ്പം മുതലേ നമ്മൾ ട്രെയിൻ ചെയ്യുന്നത് വളരെ പെട്ടെന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ഈ ഭക്ഷണം പെട്ടെന്ന് കഴിക്കുന്നതാണോ പതുക്കെ കഴിക്കുന്നതാണോ നല്ലത്? അതായത് നിങ്ങളൊരു ഫാസ്റ്റ് ഈറ്ററാണോ സ്ലോ ഈറ്ററാണോ എന്നുള്ളതാണ്. വളരെ രസകരമായിട്ടുള്ള ഒന്ന് രണ്ട് പഠനങ്ങളുണ്ട്. ഒന്ന് 60,000 ആൾക്കാരിൽ നടത്തിയ ഒരു ജാപ്പനീസ് സ്റ്റഡിയാണ്, ഒരു ബിഹേവിയറൽ സ്റ്റഡിയാണ്. ഈ സ്റ്റഡിയിൽ കണ്ടത് വളരെ സ്പീഡിൽ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്ക് അമിതവണ്ണവും അതുപോലെ തന്നെ പ്രമേഹവും ഉണ്ടാകാനുള്ള സാധ്യത 58% കൂടുതലാണ്. മറ്റൊന്ന് 2020 നടന്നൊരു റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയലാണ്. ആ ട്രയലിൽ പറയുന്നത് ഒരേ തരത്തിലുള്ള ഭക്ഷണം, ഒരേ കാലറി, ഒരേ ന്യൂട്രിയൻറ്റ് സ്ത്രീകളിൽ നടത്തിയ പഠനമാണ്. 5 മുതൽ 10 മിനിറ്റ് കൊണ്ട് കഴിക്കുന്നതും 10 മുതൽ 20 മിനിറ്റ് കൊണ്ട് കഴിക്കുന്നതും തമ്മിലുള്ളൊരു വളരെ രസകരമായ പഠനമാണ്. ഇതിൽ തെളിഞ്ഞത് വളരെ സ്പീഡിൽ കഴിക്കുന്ന ആൾക്കാർക്ക് ഇൻസുലിൻ സ്പൈക്കും അതുപോലെ ഗ്ലൂക്കോസ് സ്പൈക്കും മറ്റു ഗ്രൂപ്പിനേക്കാൾ വളരെ കൂടുതലാണ്. ഇനി മറ്റൊന്ന്, പലരും വിചാരിക്കുന്നത് പതുക്കെ തിന്നാൽ കൂടുതൽ കഴിക്കാൻ പറ്റുന്നതാണ്. നമുക്കൊരു ചൊല്ല് തന്നെയുണ്ട്, പയ്യെ തിന്നാൽ പനയും തിന്നാമെന്നുള്ളതാണ്. അത് ശരിയല്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, പതുക്കെയാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ച് തൃപ്തിയായി എന്ന് നമുക്ക് തോന്നുന്ന ഒരു നെർവ് സെൻ്ററുണ്ട്, അതിനെ പറയുന്നത് സറ്റയേഷൻ സെൻറ്റർ എന്നുള്ളതാണ്. ഈ പതുക്കെയാണ് കഴിക്കുന്നതെങ്കിൽ നമുക്ക് ഭക്ഷണം തൃപ്തിയായി എന്ന് തോന്നാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് പതുക്കെയാണ് കഴിക്കുന്നതെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവും കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കാലറിയും കുറഞ്ഞിരിക്കും എന്നുള്ളതാണ്. അതായത് സാഹചര്യങ്ങൾ അനുകൂലമാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ സാവധാനത്തിൽ ഭക്ഷണം കഴിക്കുന്നത് തന്നെയാണ് ആരോഗ്യത്തിന് നല്ലത്. ഞാനൊരു 3 ടിപ്പ് പറയാം. ടിപ്പ് നമ്പർ 1, ഒന്ന്, ഭക്ഷണം കുറച്ചും കൂടി ചവച്ചരച്ച് കഴിക്കുക എന്നുള്ളതാണ്. നിങ്ങളൊന്ന് നോക്കിയേ, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം എത്ര തവണ നിങ്ങൾ ചവയ്ക്കാറുണ്ട്? 2 3 തവണ ചവയ്ക്കും, ഒന്ന് വിഴുങ്ങും. ഒരു പക്ഷേ ഒരു 10 15 തവണ കൂട്ടി ഒന്ന് ചവയ്ക്കാൻ ശ്രമിച്ചാൽ സാവധാനത്തിൽ ഭക്ഷണം കഴിക്കാൻ പറ്റും. 2, ഭക്ഷണം വായിൽ വച്ചതിന് ശേഷം നിങ്ങളുടെ കൈ എങ്ങോട്ടാണ് പോകുന്നത്? അടുത്ത ഭക്ഷണം എടുക്കാനാണ്. ഈ കൈ അല്ലെങ്കിൽ ഫോർക്ക് ഒന്ന് ഫ്രീ ആക്കി വെക്കുക. ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രം അടുത്ത ഭക്ഷണം എടുക്കുക എന്നുള്ളതാണ്. 3, ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കുക. സാധാരണ ഇന്ന് എല്ലാ ആൾക്കാരും ടിവിയോ മൊബൈലോ നോക്കിക്കൊണ്ട് തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇത്തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആരോഗ്യത്തിൽ വരുത്താവുന്ന സിമ്പിളും പവർഫുള്ളുമായിട്ടുള്ള ഒരു ഈറ്റിംഗ് മോഡിഫിക്കേഷൻ പതുക്കെ കഴിക്കാൻ ശീലിക്കുക എന്നുള്ളതാണ്.